നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി ജെ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തൊക്കെ ഡയറ്റ് പരീക്ഷിച്ചിട്ടും എന്തൊക്കെ നമ്മൾ കാര്യമായിട്ട് വളരെ ആത്മാർത്ഥതയോടെ സമീപിച്ചിട്ടും നമ്മുടെ വെയിറ്റ് ലോസ് വരുന്നില്ല, തടി കുറയുന്നില്ല എന്നുള്ളൊരു കാരണം അല്ലേ. അത് എങ്ങനെയാണ് നമ്മൾ ഇനി ഭക്ഷണം മുന്നോട്ട് കഴിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് അത് പ്ലാൻ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും 1 കിലോ പോലും വെയിറ്റ് കുറയാത്തത് ഇല്ല. ചിലർക്ക് ഒരു ഹെവി എക്സസൈസൊക്കെ ചെയ്ത് ഫുഡ് നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ഒരു 4-5 കിലോ ഒക്കെ കുറയും, പിന്നെ അവിടെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും, പിന്നെ ഒട്ടും കുറയാത്ത അവസ്ഥയൊക്കെയാണ് പൊതുവേ കാണാറ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു ജനറ്റിക്കലി പ്രീ ഡിറ്റർമിൻഡ് ആണ്. അതായത് നമ്മുടെ എങ്ങനെ തടി വെക്കണം, നമ്മുടെ മസിൽസ് ഏത് രീതിയിൽ എത്ര ഫാസ്റ്റായിട്ട് വളരണം, ഏത് തരത്തിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയണം, കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നത് ഏത് തോതിലായിരിക്കണം, ഇതെല്ലാം നമ്മൾ ജനറ്റിക്കലി നമ്മുടെ ബോഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ ജനറ്റിക്കലി ഡിസൈൻഡ് ആണ്. അതുകൊണ്ടൊക്കെയാണ് ചിലർ എത്ര ഭക്ഷണം കഴിച്ചാലും, എത്ര മധുരം കഴിച്ചാലും, എത്ര ഫാറ്റി ഫുഡ് കഴിച്ചാലും മെലിഞ്ഞ് തന്നെ ഇരിക്കും. ചിലർ വളരെ ലിമിറ്റഡ് പച്ചക്കറി മാത്രം കഴിച്ചാലും തടിച്ചു വരും. അപ്പോൾ നമ്മുടെ ഓരോ കോശത്തിനും വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് വ്യത്യാസമാണ്. ചിലരിൽ കോശങ്ങളിങ്ങനെ നമുക്ക് പറയാം ഇപ്പം നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് പോലെ അങ്ങനെ വെള്ളം പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിൽ ഓരോ സെൽസും അത്യാവശ്യം വീർത്ത് തന്നെ ഇരിക്കും. പക്ഷേ ചിലരിൽ അങ്ങനെയല്ല. അത്തരത്തിലൊരു ശരീരപ്രകൃതിയുള്ളവരിൽ വെള്ളത്തിന് ഒട്ടും സ്റ്റോർ ചെയ്യില്ല ഓരോ സെൽസും. അപ്പോൾ അവർ ഓരോ സെല്ലും മെലിയുന്നതിനനുസരിച്ച് ഫുൾ ബോഡിയിലും ആ വ്യത്യാസം വരും. അതുപോലെ എങ്ങനെ മെറ്റബോളിസം ഏത് തരത്തിലാണ് നമ്മുടെ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്, അതനുസരിച്ച് ഇൻസുലിന് മാറ്റം വരുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ഹോർമോണാണ് നമ്മുടെ വെയിറ്റ് നിയന്ത്രിക്കുന്നതിൽ. അപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് തരത്തിലാണ് നമ്മുടെ ശരീരം പ്രതികരിക്കേണ്ടത് എന്നുള്ളത് വ്യത്യാസമാണ്. ഒരു 10 പേർക്ക് ഒരു 5 ലഡു വീതം കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 10 പേരിലും ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓരോ ഭക്ഷണത്തിൻ്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ലേ, അതായത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിൻ്റെ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് എന്ന തോത് വെച്ചിട്ടാണ് ഓരോ ഭക്ഷണത്തിൻ്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ചുവന്ന അരി കഴിക്കുമ്പോഴുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിരിക്കില്ല വെള്ള അരി കഴിക്കുമ്പം, അതായിരിക്കില്ല ചപ്പാത്തി കഴിക്കുമ്പം, അതായിരിക്കില്ല ബ്രെഡ് കഴിക്കുമ്പം. അപ്പോൾ ഇതിന് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരു ശരീരത്തിനൊരു പവറുണ്ട് ഏത് തരത്തിൽ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കണം എന്നുള്ളത്. ഈ രണ്ടും ചേർന്നിട്ടാണ് നമ്മുടെ മെറ്റബോളിസം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പതിയെ ഷുഗർ ലെവൽ ബ്ലഡിലേക്ക് കയറുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതായത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, അപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കഴിക്കാൻ പറ്റുന്നത് ബ്രൗൺ റൈസാണ്. അതായത് നല്ല തവിടുള്ള മട്ടയരി. അതായത് എത്ര സമയമെടുത്താണോ ഒരു അരി വേകുന്നത് അതും കൂടെ അതിനൊരു റിലേറ്റബിളാണ് നമുക്ക്. അതായത് കൂടുതൽ സമയമെടുത്ത് വേകുന്ന അരികൾ എപ്പോഴും ശരീരത്തിൽ ദഹനവും വളരെ പതുക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ ദഹിക്കുന്നത് പതുക്കെ ആകുമ്പം ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നതും വളരെ സാവധാനമായിരിക്കും. അതുപോലെയല്ല, നമ്മളൊരു 2 ബ്രെഡ് കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് അത്ര വേഗവും അത്ര ഫാസ്റ്റായിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത് തീരും. അപ്പോൾ വളരെ പെട്ടെന്ന് അത് ദഹിച്ച് തീരും. അപ്പോൾ അത്രയും പെട്ടെന്നൊരു ഗ്ലൂക്കോസ് ഹൈക്ക് നമ്മുടെ ബ്ലഡിൽ വരും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഇൻസുലിൻ, അതായത് ഈ ഉയർന്ന ബ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ട ഇൻസുലിൻ ശരീരം അത്രയും പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഇൻസുലിൻ്റെ റേറ്റും അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇൻസുലിൻ എപ്പോഴൊക്കെ ഇൻസുലിൻ ഹൈക്ക് വരുന്നോ അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് സ്റ്റോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ സാവധാനം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. രണ്ടാമത്, നമ്മളിപ്പോൾ അരി ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും അതിൻ്റെ കൂടെ കൃത്യമായ അളവിൽ പ്രോട്ടീൻ, അതായത് പയറുവർഗ്ഗങ്ങളാകാം അല്ലെങ്കിൽ മുട്ടയാകാം, കൃത്യമായുള്ള അളവിൽ പ്രോട്ടീനും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വീണ്ടും അത് ശരീരത്തിന് ഷുഗർ വലിച്ചെടുക്കുന്നതിൻ്റെ തോത് വീണ്ടും നമുക്ക് കുറയ്ക്കാനാകും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ കറികളിൽ കാര്യങ്ങളിലൊക്കെ നല്ല നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. അങ്ങനെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റോ ഫാറ്റ്, നെയ്യാകാം, വെളിച്ചെണ്ണയാകാം, ഒലിവ് ഓയിലാകാം,
അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പം ഈ ഫാറ്റ് ചെല്ലുമ്പം വീണ്ടും ഷുഗർ വലിച്ചെടുക്കാനുള്ള ഒന്ന് കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. അപ്പം കൃത്യമായ പ്രോട്ടീനും കൃത്യമായ ഫാറ്റും ഇത്തരത്തിൽ വളരെ സാവധാനം ദഹിക്കുന്ന ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉപ്പുമാവ്, അങ്ങനെ വലിയ വലിയ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളും കൂടെ ചേരുമ്പോൾ നമുക്ക് വളരെ പതുക്കെ ശരീരത്തിലേക്ക് ഷുഗർ ആഗിരണം ചെയ്യുക. അതിനനുസരിച്ച് വളരെ സാവധാനം വളരെ ചെറിയ തോതിലുള്ള ഇൻസുലിൻ കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് ലോങ് ടേമിൽ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ വെയിറ്റ് കുറഞ്ഞു വരാനുള്ള ഒരു പ്രവണത ശരീരം കാണിക്കും തീർച്ചയായും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രി ഭക്ഷണമാണ്. എപ്പം എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതും എത്ര പ്രാവശ്യം കഴിക്കുന്നു എന്നുള്ളതും. നമ്മൾ വളരെ കൃത്യമായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് പൊതുവേ എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് തിന്നുന്നുണ്ടാവാം, ചിലപ്പോൾ ഒരു പഴംപൊരി തിന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ മധുരമിട്ടൊരു ചായ കുടിക്കുന്നുണ്ടാവും. ഈ ഓരോ സമയത്തും നമ്മുടെ ഗ്ലൂക്കോസ് കയറും, അവിടെ ഇൻസുലിൻ വരും. അപ്പോൾ എപ്പോഴും ഒരു ഇൻസുലിൻ ഡോമിനൻസ് ശരീരത്തിൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയാൽ എപ്പോഴും ഒരു ഫാറ്റ് സ്റ്റോറേജ് ടെൻഡൻസിയാണ് ശരീരം കാണിക്കുക. അല്ലാണ്ട് നമ്മൾ ദിവസത്തിൽ 2 ചായയെ ഉപയോഗിക്കുന്നുള്ളൂ, വളരെ കുറച്ച് പച്ചക്കറിയെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര തവണ നമ്മൾ ഈ ഒരു വായിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അതിൽ മാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാക്കി ചുരുക്കുക. അതായത് നമ്മളിപ്പോൾ രാവിലെ കഴിക്കുന്നതിൽ എല്ലാം കൂടി ഉൾപ്പെട്ട് കഴിക്കുക. പിന്നെ വലിയൊരു 3-4 മണിക്കൂർ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഒന്നും ഭക്ഷണത്തിൽ കഴിക്കാൻ പാടില്ല. ഒരു നിലക്കടല പോലും അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കുക. പിന്നെ കഴിക്കുന്ന സമയം നല്ല വൃത്തിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരുന്ന് സമയമെടുത്ത് വൃത്തിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അല്ലാത്ത സമയത്തുള്ള ചെറിയ സ്നാക്സ് എല്ലാം ഒഴിവാക്കുക. രാത്രി ഭക്ഷണം 7 മണി 6 മണി ആയാൽ അത്രയും നല്ലത്. ഒരു 7 മണിക്കുള്ളിൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കുക. കാരണം ഡൈജഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളുടെ ബോഡി ഒരു റെസ്റ്റിംഗ് പീരീഡിലേക്ക്, അതായത് ഉറക്കത്തിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത് കൂടെ വെയിറ്റ് കുറയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഉറക്കത്തിലാണ് നമ്മുടെ പലതരത്തിലുള്ള ഹോർമോണിൽ വരുന്ന പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ഹോർമോണിൻ്റെ കയറ്റിറക്കങ്ങളൊക്കെ ശരീരം സ്വതവേ ഒന്ന് ബാലൻസ് ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലും കൂടിയാണ്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. നമുക്കൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ളൊരു പീസ്ഫുൾ അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓട്ടോ കറക്ഷന് ശരീരത്തിന് അവിടെ സമയം കിട്ടില്ല. അത് പിറ്റേ ദിവസങ്ങളോളം തുടരും തോറും നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യപ്പെടാതെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യർക്ക്, ഒരു വ്യക്തിക്ക് ഇന്ന ഫുഡ് കഴിക്കുമ്പോഴാണ് അത് ഏറ്റവും കൃത്യമായ ഡയറ്റ് എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും വ്യത്യാസമാണ്, ഓരോ അസുഖാവസ്ഥയും വ്യത്യാസമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ സ്ട്രെസ് ലെവൽ അനുസരിച്ച്, ശരീരത്തിൻ്റെ പലതും അനുസരിച്ചും ഭക്ഷണത്തിൻ്റെ ആഗിരണം, കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു സംവിധാനമൊക്കെ മാറ്റം വരും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബയോളജി, നിങ്ങളുടെ ഒരു ആയുർവേദിക് ബയോളജി, ശരീരപ്രകൃതി എങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആയുർവേദിക് ബയോളജിയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീസെൻ്റായിട്ട് വളരെയധികം സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് നടത്തുന്ന ഒരു വിഭാഗമൊക്കെയാണ്. അപ്പോൾ MS വല്യത്താൻ ഡോക്ടറാണ് ആയുർവേദിക് ബയോളജി എന്ന പേരിൽ അതിൽ റിസർച്ച് ശാഖയ്ക്ക് രൂപം കൊടുത്തത്. അപ്പോൾ ആയുർവേദിക് ബയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് കൃത്യമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ട് എത്തരത്തിലാണ് ഒരു ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ പെരുമാറ്റം നടക്കുന്നത്, അതനുസരിച്ച് ഭക്ഷണം മോഡിഫൈ ചെയ്യാനും അതനുസരിച്ച് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താനും, ചില ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവരുണ്ട്, ആ ഭക്ഷണം അതിൽ നിന്ന് ഒഴിവാക്കാനും, അങ്ങനെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഒരു അനാലിസിസ് നടത്തണമെന്നും അതിനനുസരിച്ച് നിങ്ങളുടെ ഡയറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക.